സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയുവാനും വിധിക്കുവാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവനിൽ നിന്ന് കേട്ടവൻ ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തന്നോട് സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാനാകുന്നുവെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യം ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഏറെ പേർ അവനിൽ വിശ്വസിച്ചു. വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവനെന്ന് കേട്ടവൻ ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് പറഞ്ഞ് അവൻ സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. പിതാവിനെ കുറിച്ച് ഈശോ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ മനസ്സിലാക്കിയില്ലെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈശോ വീണ്ടും വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ, കുരിശിൽ ഉയർത്തിക്കഴിയുമ്പോൾ ഞാനാകുന്നു എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ കാര്യം ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവൻ എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ അല്ല വിട്ടിരിക്കുന്നത്, അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അവൻ്റെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴും അവിടുത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിക്കുന്നു. ഈ അഭിഷേക വചനത്തിൽ ദൈവസാന്നിധ്യമുണ്ടായിരുന്നു. പലരും അവനിൽ വിശ്വസിച്ചു തുടങ്ങി. പരിശുദ്ധ അമ്മയോട് കൂടെ ഈശോ ഉണ്ടായിരുന്നു. ഇബ്രാഹത്തോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ഇന്നും കർത്താവ് ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പിതാവിന് പ്രീതികരമായത് മാത്രം, പിതാവിന്റെ ഹിതമെന്തോ അത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് കഴിയും? നമുക്ക് പോകാം. എഴുന്നേറ്റു പലരും പോയി. ഈശോ അപ്പസ്തലന്മാരോട് ചോദിച്ചു, 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകുന്നെങ്കിൽ പൊയ്ക്കൊള്ളുക. പിതാവിന്റെ ഹിതത്തിന് വിപരീതമായി ഒരു വാക്കൊരു ചലനം പോലും ഉച്ചരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവൻ, ദൈവപിതാവിനോട് പരിപൂർണമായിട്ട് നയിക്കപ്പെട്ട മനസ്സോടെ, ദൈവം കഴിയട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട പത്രോസ് ഈശോയോട് പറഞ്ഞു, തന്റെ സഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ, ദൈവം കനിയട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അവനിൽ പ്രവർത്തിക്കുന്നത് ദൈവപിതാവിന്റെ ഹിതത്തിന് വിപരീതമായ ശക്തിയാണ് അവനിൽ ആവസിച്ചിരിക്കുന്നത്. സാത്താൻ എന്നിലും നിങ്ങളിലുമൊക്കെ പ്രവർത്തിക്കും. ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ളതായ ഏത് പ്രവർത്തനവും അതിന്റെ ഉടയവനായ പിശാചം അത് അപ്പോൾ ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക.
പൈശാചിക സ്വാധീനം നമ്മളുടെ മനസ്സുകളിൽ, ശരീരങ്ങളിൽ, വാക്കുകളിലൊക്കെ കടന്നു വരും. തിരിച്ചറിയണം. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവഹിതമാണോ ഞാൻ ചെയ്യുന്നത്? എൻ്റെ സംസാരത്തിൽ, എൻ്റെ മാതാപിതാക്കളുടെ പ്രവർത്തനത്തിൽ, എൻ്റെ ജീവിത പങ്കാളികളുടെ സമീപനത്തിൽ, അവരോട് ഞാൻ ഇടപഴകുന്ന വിധത്തിൽ ഇവിടെയൊക്കെ ദൈവഹിതം തന്നെയാണോ അതോ സാത്താന്റെ സ്വാധീനമാണോ എന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന് പ്രീതികരമായത് മാത്രം പ്രവർത്തിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. പരിശുദ്ധ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ, മറ്റൊരു ഹിതമില്ല. ഗത്സമനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ മണിക്കൂർ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വലിയൊരു പ്രലോഭനമായിരുന്നു. ഈശോ തന്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, മധ്യസ്ഥത വഹിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പാനം ചെയ്യാൻ പോകുന്ന കാസ കുടിക്കുവാൻ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ മനോഭാവത്തോടെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. അവന്റെ വിയർപ്പ രക്തത്തുള്ളികളായി വീഴുന്നു. വലിയ പ്രലോഭനം, വലിയ പരീക്ഷ. വേദനയോടുകൂടി ഒരല്പം ആശ്വാസത്തിന് വേണ്ടി ശിഷ്യന്മാരെ നോക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയല്ല, ഉറങ്ങുകയാണ്. ഈശോ എഴുന്നേറ്റവരെ ഉണർത്തി, ഉറങ്ങരുതേ, പ്ലീസ് ഉറങ്ങരുതേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ. അവൻ അവരെ ഉണർത്തി വീണ്ടും പോയി പ്രാർത്ഥിച്ചു. വേദന കഠോരമാണ്. വേദനയ്ക്കിടയിൽ ആശ്വാസത്തിന് വേണ്ടി വീണ്ടും നോക്കുമ്പോൾ ഉറങ്ങുകയാണ്. ഉറങ്ങരുതേ, അവൻ വീണ്ടും ഉണർത്തി. ആ പരീക്ഷ സമയത്ത് പ്രാർത്ഥനയുടെ ആവശ്യമുള്ള പ്രിയപ്പെട്ടവരെ 3 പ്രാവശ്യവും അവനവരെ ഉണർത്തുന്നുണ്ട്. ഇതാ കർത്താവിന്റെ ദാസൻ, എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. വിട്ടുകൊടുത്തു. പരീക്ഷയെ അതിജീവിച്ചു. ഇനി നിങ്ങൾ ഉറങ്ങിക്കും. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന പരീക്ഷകളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് അനിവാര്യമാണ് പ്രാർത്ഥന. കർത്താവിന്റെ ഗത്സമനിലെ പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ, 5 രഹസ്യങ്ങൾ ഓർത്ത് മുട്ടമേൽ നിന്നുകൊണ്ട് ദുഃഖത്തിന്റെ 5 രഹസ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ പരീക്ഷകളെ അതിജീവിക്കാനായിട്ട് കഴിയും. കാരണം കർത്താവിൻ്റെ വലിയ പരീക്ഷകളെ അതിജീവിച്ചപ്പോൾ അവൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന 5 രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, അതിജീവിക്കാറുണ്ട്. ചില ദുശീലങ്ങൾ, സ്വയംഭോഗമോ അല്ലെങ്കിൽ ചെടികതയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ശരീരത്തിൻ്റെ പ്രവണതകളോ അതിജീവിക്കാൻ കഴിയും. ഞാൻ ചെയ്യില്ലെന്നൊക്കെ തീരുമാനമെടുത്തത് കൊണ്ടൊന്നും ആയില്ല. കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കും. കർത്താവ് പിതാവിന് പ്രീതികരമായത് പ്രവർത്തിച്ചതുപോലെ, മറിയം ദൈവപിതാവിന് പ്രീതികരമായത് പ്രവർത്തിച്ചതുപോലെ നമുക്കും ഈ നോമ്പ് കാലത്ത്, ഈ ആഗമന കാലത്ത് മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് പ്രീതികരമായത് പ്രവർത്തിക്കുന്നവരായി മാറാനായിട്ട് പരിശ്രമിക്കാം. വിശ്വാസം ഈശോ അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ, അത് വെളിപ്പെടുത്തിയപ്പോൾ അഭിഷേകം അവിടെ ഉണ്ടായിരുന്നു. അനേകം പേർ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, വലിയ ഭവനത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ
അനേകം പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസം ശരിക്കാതിരുന്നത് മാത്രം പോരാ, എന്ത് കിട്ടി എന്നുള്ളതിനേക്കാൾ കൊടുക്കുവാനായിട്ട്, ആയിരങ്ങളെ നേടാൻ, പതിനായിരങ്ങളെ നേടാനായിട്ട് ഈ നോമ്പ് കാലത്ത്, ഈ ആഗമന കാലത്ത്, മംഗളവാർത്ത കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. 5 ലക്ഷത്തോളം വരുന്ന പുരോഹിതന്മാരെയും 5000-ഓളം വരുന്ന മെത്രാന്മാരെയും 140-ഓളം വരുന്ന കർദിനാൾമാരെയും 8 ലക്ഷത്തോളം വരുന്ന സിസ്റ്റേഴ്സിനെയും തിരിച്ച് വൈദികനാകുവാൻ ഇനി ഏതാണ്ട് 28 ദിവസവും 30 ദിവസമൊക്കെ ഉള്ളൂ. 24 ദിവസവും 24 ദിവസങ്ങളൊക്കെ ഉള്ളൂ. ഈ വികാര മിഷൻ സഭയിൽ 14 പേര് വൈദികരാകുന്നുണ്ട്. എമ്മാവൂസ് പ്രോവിൻസിൽ 9 പേര്. അതുപോലെ അനേകം ഡീക്കന്മാർ വൈദികരാകുന്നു. ഇവർക്കൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന, ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെ ഒരാൾ, നമ്മളെപ്പോലെ ഒരാൾ മറ്റൊരിടത്തുമില്ല. നമ്മുടെ ആ പ്രാർത്ഥനയും ആശീർവാദവും അവർക്ക് ആവശ്യമാണ്. ഞാൻ പറയും, 99.9 ഡിഗ്രി അഭിഷേകമേ അവർക്കായിട്ടുള്ളൂ. അവസാനത്തെ ആ ഡിഗ്രി ആശീർവാദം നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആശീർവാദം വേണം പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഉള്ള ഡീക്കന്മാർക്ക് അനുഗ്രഹമായി മാറുവാൻ. എൻ്റെ അനുഗ്രഹം വേണം. ഓരോരുത്തരും ഓർക്കുക, നമ്മൾ ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുക്കാനായിട്ടുള്ളവരാണ്. കൊടുക്കാതിരിക്കുമ്പോൾ കണക്ക് ചോദിക്കും. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ വർഷം വൈദികരാകുവാൻ ടീച്ചർമാരെ പ്രത്യേകം പ്രാർത്ഥിക്കും. ഓരോ ദിവസവും വളരുന്ന വൈദിക വിദ്യാർത്ഥികൾ, പുരോഹിതന്മാർ പൗരോഹിത്യത്തിൻ്റെ കൂടുതൽ അഭിഷേകമുള്ളവരായി തീരുമാനം. ഇവിടെ ഓരോരുത്തർക്കും വേണ്ടി എന്ത് കിട്ടി എന്നല്ല, കൊടുക്കുവാൻ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരാകട്ടെ. നിങ്ങൾ